കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. നമ്മുടെ കഴുത്ത്, ഷോൾഡർ, കൈ, പാദം, നടുവിൻ്റെ അറ്റം, ഈ 5 ശരീരഭാഗങ്ങളിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയതായിട്ട് ഊഹിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് എന്താണ് ആ ടൈപ്പ് വേദന, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എപ്പോൾ മുതൽ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ തരം പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനായിട്ട് ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ചാനലിലെ 90% ആളുകളും. പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒരു സ്ത്രീക്ക് പല തരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്കുണ്ടായിട്ടുണ്ടായ പ്രഗ്നൻസി ലക്ഷണമായിരിക്കില്ല നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ അമ്മുമ്മയ്ക്കോ ഉണ്ടായിട്ടുണ്ടാകുന്നത്. നമ്മുടെ ജീവിത രീതിയിലും നമ്മളുടെ ഭക്ഷണ രീതിയിലുമൊക്കെയുള്ള വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് ഈ തലമുറയിലുള്ള പല സ്ത്രീകൾക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിയേർഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇതും ഒരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇന്നത്തെ തലമുറയിലുള്ള പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PCODയും ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളും ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും പ്രിമെൻസ്ട്രൽ സിംറ്റംസ് അതിൻ്റെ വേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പല സ്ത്രീകൾക്കും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് പീരിയഡ്സ് വരാൻ പോകുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോഴേക്കും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും പലതരത്തിലുള്ള വഴികളും നോക്കാറുണ്ട്. ഓൾറെഡി ഡോക്ടറുടെ അടുത്ത് നിന്ന് മെഡിസിൻസ് കിട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ പീരിയഡ്സ് ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ ചില ആളുകൾ ആ മെഡിസിൻ എടുത്ത് കഴിക്കാറുണ്ട്. ചില ആളുകൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ലക്ഷണങ്ങൾ കാണുമ്പോൾ ശരീരത്തിന് ഒരു പടി കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ പല ആളുകളും ഇപ്പോൾ ചാനലിൽ ദിവസേന എന്ന പോലെ പറയുന്നുണ്ട്, ചേച്ചി പീരിയഡ്സിൻ്റെ ദിവസം ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ട്, ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്നുള്ളത്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ് ഇന്നത്തെ സമയത്ത് പലർക്കും ഉണ്ടാകുന്നത്. അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് പലർക്കും ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലല്ലാതെ നിങ്ങൾക്ക് പീരിയഡ്സിന്റെ സമയത്ത് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. ഞാൻ നേരത്തെ ടോപ്പിക്കിൽ സംസാരിച്ച 5 ശരീരഭാഗങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ജോയിൻസ് ആണ്. നമ്മുടെ കഴുത്ത്, നമ്മുടെ ഷോൾഡർ, അതുപോലെ നമ്മുടെ കൈയുടെ ഒരു പോർഷനും അതുപോലെ ഫിംഗറിൻ്റെ ഭാഗവും കൂടി ടച്ച് ആകുന്ന ആ ഒരു ജോയിൻറ്റ്, നമ്മുടെ പാദം, നമ്മുടെ നടുവിൻ്റെ അറ്റം, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ ജോയിൻസ് ആണ്. പ്രഗ്നൻ്റ് ആകുന്ന പല സ്ത്രീകൾക്കും ജോയിൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ്. ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണാണ് റിലാക്സിൻ. പക്ഷേ പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണ് ഇതിൻ്റെ വാല്യൂ കൂടുന്നത്. റിലാക്സിൻ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മസിൽസും നമ്മുടെ ലിഗമെൻസും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടാണ്. പ്രഗ്നൻസി നമുക്ക് പോസിറ്റീവ് ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഫസ്റ്റ് പ്രഗ്നൻസി ഉള്ള ഒരു സ്ത്രീക്ക്, അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വയറൊന്നും ചാടിയിട്ടുള്ള ഒരാളല്ലെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു യൂട്രസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇത് നമ്മളുടെ ആ ഒരു കുഞ്ഞു ശരീരത്തിൽ ഇംപ്ലാന്റ് ആകുന്നതിനനുസരിച്ചിട്ട് ഓരോ ആഴ്ചയും കുഞ്ഞിന് ഗ്രോത്ത് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഓരോ ദിവസവും കുഞ്ഞ് ഗ്രോ ആകാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ ഗ്രോ ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കൈവിരലുകളെല്ലാം കൂടി അങ്ങോട്ട് അടച്ചു വെക്കാമെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ പയ്യെ തുറക്കാനായിട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾക്കറിയാം, ആ ഒരു ബലം പിടിച്ചിട്ട് നിങ്ങൾ തുറക്കാനായിട്ട് നോക്കുക. തുറക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രഷർ നമ്മുടെ ആ ഒരു കൈയുടെ ഭാഗത്തൊക്കെ ഫീൽ ചെയ്യും. ഇതേ പ്രഷറിങ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക അതിനുമായിട്ട് ചുറ്റപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗത്തോട്ടും നമ്മൾ ആ ഒരു പ്രഷർ നമ്മുടെ യൂട്രസ് കൊടുത്തോണ്ടേയിരിക്കും. ഈ പ്രഷർ മൂലം ആ യൂട്രസിലെ മസിൽസിനൊക്കെ സ്ട്രെച്ച് ആകണം. സ്ട്രെച്ച് ആകാതെ ഇത് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള മസിൽസും ഒക്കെ സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങുന്നത്. ഇത് ഇൻക്രീസ് ആകുമ്പോഴേക്കും ഇതിൻ്റെ എഫക്റ്റ് വരുന്നത് അപ്പർ ആയിട്ടുള്ള ബോഡിയിലും ലോവർ ആയിട്ടുള്ള പോർഷനിലും ഒരേപോലെ തന്നെ ഉണ്ടാകാനായിട്ട് തുടങ്ങും.
അതുകൊണ്ടാണ് പല ആളുകൾക്കും അവരുടെ ശരീരത്തിന്റെ അപ്പർ പോർഷനിലും, അതായത് നമ്മുടെ ആ ഒരു അരക്കെട്ടിന് മുകളിലുള്ള ഭാഗത്തും ഇതുപോലെ വേദന അനുഭവപ്പെടുന്നത്. നമ്മുടെ കഴുത്തിന്റെ ഭാഗമൊക്കെ നമുക്ക് നല്ലതുപോലെ വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൈയുടെ ആ ഒരു പോർഷനും നമ്മുടെ ആ ഒരു ആമിന്റെ പോർഷനും ഒക്കെ എത്തുന്ന ഭാഗത്ത് നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയിൽ ഒരു വേദന നമുക്ക് അങ്ങിങ്ങായിട്ട് വന്നു പോവുക. കൈയുടെ അകത്തും നമുക്ക് ഈ ഒരു മരവിച്ച പോലുള്ള, അതായത് നമ്മൾ ഒരു ഐസ് ഒരുപാട് നേരം നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു മരവിപ്പ് കയ്യിൽ അനുഭവപ്പെടില്ലേ, ഇതുപോലൊരു ബുദ്ധിമുട്ട്, അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് തുടർച്ചയായിട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഇതേപോലെ തന്നെ നമ്മളുടെ ഷോൾഡറിന്റെ ഭാഗത്തും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഒരുപാട് ഷാർപ്പായിട്ടുള്ള വേദനയല്ല ഇതൊരിക്കലും, നമുക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൈൽഡ് ആയിട്ടുള്ള വേദനയായിരിക്കും ഇതിലെല്ലാം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കേട്ടോ. ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്ന വേദനയായിരിക്കില്ല, വന്നു പോകുന്ന തരത്തിലുള്ള വേദനയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അടുത്ത മാറ്റം വരുന്നത് നമ്മുടെ പാദത്തിന്റെ പോർഷനിലാണ്. ഒരുപാട് തവണയായിട്ട് പാദം മരവിച്ച് പോകുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ അതികഠിനമായിട്ടുള്ള വേദന നമുക്ക് ഉണ്ടാവുക, കാലിന്റെ ആ ഒരു ഫിംഗേഴ്സിന്റെ ഭാഗത്തും നമുക്ക് ശക്തിയായിട്ട് വേദന അനുഭവപ്പെടുക. ഇതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വന്നു പോകുന്ന തരത്തിലുള്ള വേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന വേദന ആയിരിക്കില്ല കേട്ടോ. അടുത്ത മാറ്റം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ നടുവിന്റെ അറ്റത്തെ പോർഷനിലാണ്. നമ്മുടെ യൂട്രസ് നേരെ മുൻപിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് യൂട്രസ് എക്സ്പാൻഡ് ആകുന്നതിന്റെ ഒരു പ്രഷർ നമുക്ക് ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് നമ്മുടെ നടുവിന്റെ പോർഷനിലായിരിക്കും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ അതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമായിട്ട് ലോവർ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതും നമ്മൾ ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കുമ്പിടുമ്പോൾ ജസ്റ്റ് ഒന്ന് കുമ്പിടുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവുക, കുറച്ചു നേരം കിടന്നൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി മാറും. അങ്ങനെയായിരിക്കും നമുക്ക് ഈ വേദന ഉണ്ടാവുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് കൂടപ്പുറപ്പാണ് നടുവേദന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഓൾറെഡി ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക്, അത് സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ നടുവേദന ഉണ്ടാകാനായിട്ട് ചാൻസസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ നിങ്ങൾ ഓൾറെഡി ഒരു നടുവേദന ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതല്ലാതെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിന് ശേഷമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നടുവേദന കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആയതുകൊണ്ടുകൂടി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വേദനകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴേക്കും അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ഇത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ജോലിക്ക് പോകുന്നവരെ, എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ജോലിക്ക് പോകുന്നവരെ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ വേദനകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലി ഇത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ചിന്തിച്ചിട്ട് പലരും പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും പെയിൻ കില്ലർ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ കഴുത്ത് വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ കൈയുടെ ഷോൾഡറിൽ വേദന ഉണ്ടാകുന്നു, നടുവിന് വേദന ഉണ്ടാവുന്നു, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോൾ മസ്റ്റായിട്ട് ഡോക്ടറോട് പറയുക പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ട്, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണെന്ന് നിങ്ങൾ ഡോക്ടറോട് പറയുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പെയിൻ കില്ലറിൻ്റെ ഡോസ് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ ഉപയോഗിക്കേണ്ട പെയിൻ കില്ലറിൻ്റെ ഡോസിലോട്ട് ഡോക്ടർ കൺവേർട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിലും വേദന വന്നു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും കൊടുക്കുന്നത്. അതല്ലാതെ ഡയറക്റ്റ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞിട്ടോ ഓൾറെഡി ഉപയോഗിക്കുന്ന പെയിൻ കില്ലറിന്റെ പേര് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്നോ നിങ്ങൾ മെഡിസിൻ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നെഗ്ലിജൻസ്, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പെയിൻ കില്ലേഴ്സ്, ചിലപ്പോൾ ഒരു ദിവസം 3 നേരം നിങ്ങൾ പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജിലെ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുമ്പോഴേക്കും ഇത് നിങ്ങളുടെ ബ്രെയിനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള പ്രവർത്തനങ്ങളെ സാരമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒപ്പം ബോഡി ടയേർഡ് ആകുന്ന സമയത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് മേല് കുളിക്കുന്നത് നിങ്ങൾക്ക് ശരീരത്തിന് ഒരു ഫ്രഷ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പീരിയഡ്സ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. രാവിലെ ആദ്യത്തെ യൂറിൻ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഏകദേശം ഒരു 4 hours എങ്കിലും യൂറിനേറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷവും ഒരുപാട് ലിക്വിഡ്സ്, അതായത് വെള്ളമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും ചായ ആണെങ്കിലും ഒരുപാട് കുടിക്കാതെ 4 മണിക്കൂറോളം നിന്നിട്ട് നിങ്ങൾ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യുക കേട്ടോ. ഈ 4 മണിക്കൂറിനിടയ്ക്ക് നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാനും പാടില്ല, ഒരുപാട് വെള്ളം കുടിക്കാനായിട്ടും പാടില്ല കേട്ടോ. എന്നാൽ മാത്രമേ ആ ഹോർമോൺ ശരീരത്തിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.